വയ്യാത്ത പട്ടി ഇതാ കയ്യാലെ കയറുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരത്തെ ഇത്തിരി വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ കയ്യാലെ കയറിയോണ്ട് തന്നെ വലിയ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയൊരു പാടൊക്കെ പഠിച്ച് നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് തിരിച്ച് എത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ. അങ്ങനെ ഇതാക്കുന്നത് വൈകുന്നേരത്തെ ഇത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്നും ഉണ്ടല്ലോ നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ആയിട്ട് ചോറും കൂട്ടാനും മക്കളോട് ഒച്ചയും വിളിയും കൂടിയാണ്ട് ഓലെ പിന്നാലെ നടക്കുന്ന വീഡിയോസ് അയക്കാറില്ല. എപ്പോഴും ഞാൻ അങ്ങോട്ട് ഇടൽ. ഇന്നിപ്പോൾ ഇതാക്കണം ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം ഒരു 4-4:30 ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തൊട്ട് വീഡിയോ എടുക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ പുതിയ മാക്സി അടിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് അന്ന് ഞാൻ വിഷുവിൻ്റെ മുന്നെടുത്ത് വെച്ചതാണ്. വിഷുവിന് ആർക്കും എടുക്കാത്തപ്പോൾ ഞാനും തന്നെ അടിക്കാതെ വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം അതങ്ങോട്ട് അടിച്ചിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതാ കഴുത്തിന് ഞാൻ ഇതാക്കണം ഒന്ന് വെറുതെ സ്റ്റിച്ച് ഒരു 3-4 സ്റ്റിച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു വർക്കാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ഇവിടെ അകത്തേക്ക് വന്നാൽ നമ്മൾ അടുക്കളയ്ക്ക് പോകണ വഴിയാണ്. അപ്പോൾ ഇയാളെ കണ്ടോ, ഈ ഒരു സ്റ്റാൻഡ് ഫാൻ ഇത് വാങ്ങിയോണ്ട് തന്നെ അന്ന് തുടങ്ങിയ കറക്കാണ് കേട്ടോ. ഇയാൾക്ക് ഇതാ കറക്കം നിൽക്കലേ ഇല്ല. ഫുൾ ടൈം കറങ്ങിയോണ്ടാണ് എവിടെയെങ്കിലും നിന്ന് ഭയങ്കര കറക്കാവും കേട്ടോ. അപ്പോൾ ഏകദേശം വരൽ ഹാളിൽ തന്നെയാണ്. ടി വി ഒക്കെ കാണുമ്പോൾ ഇതാക്കണം ഏത് നേരവും ഇതിനെ കറക്കിയോണ്ടാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ 24 മണിക്കൂറും പണിയെടുക്കണ ആ ഒരു ഫാന് മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴും കറങ്ങിയോണ്ടാണത്. അങ്ങനെ ഇതാക്കണം അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ ഇതാക്കണം അട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേട്ടാ. അങ്ങനെ ഇതാക്കണം പൊടി കൊടുന്ന് നമ്മളെ പത്തിരി പൊടി ഉണ്ടാകും കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഉണ്ട്, തേങ്ങ പൊളിച്ച ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമുറി ഉണ്ട്. അത് അപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇലയൊന്ന് വെട്ടിക്കൊണ്ടുവരട്ടെ. അപ്പോൾ വാഴൻ്റെ ഇലൻ്റെ ഒരു അവസ്ഥ കണ്ടില്ല, ഇങ്ങനെയാണ് കേട്ടോ. എപ്പോഴും ഒരു ഓലച്ചീത് പോലെയാണ് നമ്മളെ വാഴൻ്റെ ഇലയൊക്കെ ഉള്ളത്. അപ്പോൾ ഫുള്ള് കോഴികൾ തിന്ന് അങ്ങനെ ആക്കിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും നല്ലതുണ്ടോ എന്ന് ഞാൻ തിരഞ്ഞു നോക്കി അങ്ങനെ നടക്കുകയാണ്. എല്ലാ ഇലയും അങ്ങനെ തന്നെയാണ്. കോഴിക്കൊക്കെ എത്തുന്ന ആ ഒരു പാകത്തിന് ലാസ്റ്റ് അതാകണം ഓടും പുറത്തൊക്കെ കയറി നിന്നിട്ടാണ് ഓല് ഈ ഇല തിന്നൽ കേട്ടോ. നമ്മളെ വാഴൻ്റെ ഇല തിന്നൽ ഓടും പുറത്തൊക്കെ കയറി നിന്നിട്ടാണ്. അപ്പോൾ ഒരൊറ്റ ഇതാക്കണ് മര്യാദയ്ക്ക് കിട്ടൂല കേട്ടോ. ഒക്കെ ഇതാക്കണ് ഈ ഒരു തെങ്ങും മട്ടലിൻ്റെ പോലെയാണ് നമ്മളെ ഈ ഒരു വാഴൻ്റെ ഇലയൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും നല്ലത് ഇല ഉള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ കുറേയൊക്കെ ഒന്ന് വാടി തളർന്ന് അങ്ങനെ പോയിക്കണ്. പിന്നെ ഇല്ലത് ഇതാക്കണ് കോഴിക്കൾ നിന്ന് പോയിക്കണല്ലോ. അപ്പോൾ ഇല്ലത് വേഗം നന്നാക്കിയാണ്ട് ഒന്ന് എടുത്ത് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ മേലെ കൂടെ 2-3-4 ഈ കോഴിക്കൊക്കെ എത്താത്ത ഭാഗത്തിൽ 2-3-4 കേട്ടോ. അതൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കയ്യെത്തുന്ന ആ ഭാഗത്തിലൊക്കെ ഞാൻ ഒന്ന് പറിച്ച് നോക്കിയിട്ടോ. ഒക്കെ അത് അങ്ങനെ തന്നെയാണ്. കോഴിക്കൾ തിന്ന് അകപ്പാടുണ്ട് നസി കൂസിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി ബാക്കി ഞാൻ ഇതാക്കണം ഓല മതിൽമ കയറിയിട്ടൊന്ന് വെട്ടട്ടെ എന്ന് വിചാരിച്ച്. ഈ കോഴിക്കൊക്കെ എത്താത്ത ഭാഗത്ത് 2-3-4 ഇല കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടി വെക്കുമ്പോൾ അതാക്കണം കേടുവാണ്. ഇതന്നെ ഞാൻ പറയണത്, നമ്മളത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തിരിഞ്ഞാൽ പിന്നെ ഒന്നും റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഏതായാലും ഇലയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മതി. ഇനിയിപ്പോൾ ഇല്ലത് കൊണ്ട് ഇതാക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഇതാവും വെട്ടിയിട്ട് പോരുകയാണ് കേട്ടോ. ആ കാകപ്പാടൊക്കെ കേടന്നിക്കണ്, പുഴു തിന്നത് എന്തൊക്കെയോ കേടന്നിക്കണ്. ബാക്കി ഇതാക്കണം കോഴിക്കളം നിന്ന് തീർത്തിക്കണ്. അപ്പോൾ ആ മതിൽമ ഇരുന്നിട്ട് തന്നെ അത് വെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പറയൂലേ, ഫുള്ളായിട്ട് ഇങ്ങനെ വാഴൻ്റെ ഇല വെട്ടി അകത്തേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഏതായാലും ഞാൻ ഇതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടോ കേട്ടോ. എന്നിട്ട് സമാധാനത്തിലാണ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടേന്ന്. ഇല്ലത് ഇല എട്ടിയപ്പോൾ അപ്പുറത്തേക്കും ചാടിപ്പോയി. അപ്പോൾ അതിനെയും തോണ്ടിയെടുത്താണ്ട് വേഗം അടുത്ത പണി നോക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഇല മാത്രമേ എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ ഇതാക്കണ് പുഴു തിന്നിക്കണ്. അത് മാറാല കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇതാ കോഴിക്കള പ്രഹസനം വേറെ ഉണ്ട്. അപ്പോൾ അത് വേഗം എടുത്തു കൊണ്ടെന്നാണ് ഇതാക്കണം നമ്മൾ വേഗം ഉണ്ടാക്കാൻ നിൽക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഈ ഇലയൊക്കെ വെട്ടുമ്പോൾ എന്താ പരിപാടി ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. നമ്മൾ അട തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഞാനായിട്ട് കണ്ടുപിടിക്കുന്നതല്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെക്കാട്ട് വലിയ മുത്തശ്ശി ഉണ്ട് യൂട്യൂബിൽ എന്നുള്ളത്. അങ്ങനെ യൂട്യൂബ് മുത്തശ്ശിനോട് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അട ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ പൂവാടയും കാര്യങ്ങളൊക്കെ ഗോതമ്പട, പൂവട, അതേമാതിരി തന്നെ എല്ലാ ഒരുവിധം അടകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അട ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെയ്ക്കോ ശരിയാകോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഇൻട്രോയിലേ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ വയ്യാത്ത വലിട്ട് ഇതാക്കണ കയ്യാൽ കയറി എങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഏതായാലും ഞാനൊന്ന് കയറി നോക്കട്ടെ എവിടെ വരെ എത്തും എന്നുള്ളത്. അപ്പോൾ ഇതാക്കണം വേഗം ആ ഒരു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം വേഗം തേങ്ങ ചേർക്കട്ടെ കേട്ടോ. ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു മുറി തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മുറിയും ഒത്തിരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ശർക്കരയൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ അതൊന്നും ഉണ്ടാകുമൊന്നുമില്ല. ഏതായാലും ഇല്ലത് കൊണ്ട് വേഗം ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ ശരിയാകുകയാണെങ്കിൽ നമുക്ക് അടുത്ത പണി നോക്കിയാൽ മതി. എല്ലാതും കൂടിയും കുത്തി അളക്കാണ്ട് ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഒക്കെ പാടെടുത്തൊരു കാടിക്കിടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു തേങ്ങ ചിരകി കഴിഞ്ഞാൽ പിന്നെ ശർക്കര എടുത്തിട്ടോ. അന്ന് ആ പായസം വെച്ചപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ശർക്കര കിട്ടിയിട്ട് തന്നെ ഇല്ലായിരുന്നു. നല്ല കറുത്ത നല്ല ശർക്കര തന്നെയായിരുന്നു കേട്ടോ. പായസം വെച്ചപ്പോൾ നല്ല വെളുത്ത ശർക്കര, പഞ്ചസാരൻ്റെ കളറായിരുന്നു നമ്മൾ ശർക്കരക്കൊക്കെ. അതുകൊണ്ട് തന്നെ പായസത്തിന് വലിയ കളറും ഇല്ലായിരുന്നു.
അങ്ങനെ ശർക്കര ഇതാക്കണം നല്ല ഒരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റിൽ ശർക്കര ആയതുകൊണ്ട് തന്നെ കത്തിയോണ്ട് ഇങ്ങനെ ചീകി എടുക്കാൻ പാകത്തിനുള്ളതെന്ന് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അമ്മീമേൽ വെച്ചിട്ട് ഒന്ന് കുത്തി പൊടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വേണേന്ന്. ഇപ്പം ഇത് നല്ല കുറച്ച് അലിഞ്ഞുകൊണ്ട് തന്നെ നല്ല കത്തിയോണ്ട് തന്നെ ഇങ്ങനെ ചീകി എടുക്കാൻ പാകത്തിന് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് അച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ല കളറും ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് വെച്ച അവിടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടോ. നല്ല പോലെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ ഈ ചെറിയ ജീരകം. അതേമാതിരി തന്നെ ഏലക്കായും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. പിന്നെ കുറേ ആൾക്കെല്ലാം സംശയമാട്ടോ ഞാൻ ഇടം കയ്യെത്തിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് കേട്ടോ. ചോറ് തിന്നുമ്പോഴും എല്ലാ പണികളും കടിച്ചു വരുമ്പോഴും പാത്രം കഴുകുമ്പോഴൊക്കെ അതാ ഇടം കൈ കൊണ്ടാണ് പണി എടുക്കണതെന്ന് തോന്നുന്നില്ലുണ്ടല്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് കമൻറ്റ് വരലുണ്ടല്ലോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ എടുക്കുക. അതേമാതിരിക്ക് എന്നെ എന്താക്കണേ വലം കൈ യൂസ് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇതാക്കണേ എൻ്റെ ഫുള്ളിക്ക് ഒരു എയിമായിട്ട് വരുന്നത് വലം കൈ തന്നെയാണ്. പക്ഷെ നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പം നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാനിത് ഇടത്തെ കൈ കൊണ്ടാണ് എല്ലാ പരിപാടികളും, ചോറ് തിന്നലാണെങ്കിലും എൻ്റെ എല്ലാ പരിപാടികളും എടുക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഈ ഒരു സെൽഫി മോഡൽ എടുക്കുമ്പോൾ അങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പം ഈ ഇടത്തെ ഭാഗമായിട്ടാണ് വരിക. നമ്മൾ വലത്തെ ഭാഗം എന്ത് പണി എടുത്താലും നമ്മൾ ക്യാമറയിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത് ഇടത്തെ കൈ ആയിട്ടാണ് വരിക. അല്ലാതെ ഞാൻ ഫുള്ള് വലത്തെ കൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ കമൻറ്റ് ആദ്യം മുതലേ വന്നു തുടങ്ങിയിട്ട് എന്താ ഈ ഇടത്തെ കൈ കൊണ്ട് ചോറ് തിന്നണേ, എന്താ അടുത്തേ കൊണ്ട് അടിച്ചു വരണേ, പാത്രം കഴുകണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി എടുക്കണം എന്നൊക്കെ കമൻറ്റ് വരലുണ്ട്. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് ഞാനും തന്നെ മടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ സെൽഫീൻ്റെ ആ ഒരു മോഡൽ എടുത്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇടത്തെ കൈ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും സംശയം മാറിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ പരിപാടി നീക്കാരം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണില്ലേ. അപ്പോൾ നമ്മളെ ജാമ്പവാൻ്റെ കാലത്തില്ല ഇഡ്ഡലി തട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വാർന്നിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിക്കണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാക്കണ ഇലയൊക്കെ ഒന്ന് വാട്ടി എടുത്തിക്കണം കേട്ടോ. വാട്ടി നല്ല ഉഷാറായിട്ട് കുട്ടപ്പനാക്കിയാണ് എടുത്തിക്കണം. ഇനിയിപ്പോൾ വേഗം അടുത്ത പണിയൊക്കെ നോക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മൂപ്പര് പണി അറിയി വരുമ്പോഴത്തിന് എന്താ ചായക്കടി റെഡി ആകണം. അതിനുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് ഞാൻ. നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഇതാക്കണം ഈ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. CH പറഞ്ഞൊരു പൊടിയാണ്. ഇത് നമ്മൾ തൊട്ടടുത്ത് ഉണ്ടാക്കണ ഒരു കമ്പനിയത്തെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ഒരു സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം മുതലേ വീഡിയോ ഒക്കെ കണ്ടു വരുന്നവർക്ക് അറിയാം നമ്മളെ വാഴേൻ്റെ ഒക്കെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു കമ്പനി ഉള്ളത്. അപ്പോൾ CH ഓയിൽ, വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു കമ്പനി, വലിയൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പനീൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. പത്തിരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ പത്തിരിപ്പൊടി തന്നെയാണല്ലോ നമ്മൾ അടയും കാര്യങ്ങളൊക്കെ ചൂടാനായിട്ട് എടുക്കൽ. ഇഡ്ഡലി പാത്രത്തിൽ അതാക്കണ വെള്ളം ചൂടാക്കി വരുമ്പോഴത്തിന് നമുക്ക് ഇതൊന്നും പാകപ്പെടുത്തിയിരിക്കട്ടെ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ് ഒന്ന് പാകപ്പെടുത്തിയിരിക്കട്ടെ ഞാൻ. അപ്പോൾ കുറച്ചേ ഞാൻ പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് റെഡിയാകുമോ ഇല്ലേന്ന് അറിയാതെ ഒക്കെപ്പാടതിലിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒക്കെപ്പാടെ കാടി കൊണ്ട് തട്ടേണ്ടി വരും. അപ്പോൾ ആദ്യം കുറച്ച് എടുത്തിട്ട് ഒന്ന് കലക്കി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഇതാക്കണം കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ കുഴച്ചെടുക്കല്ലേ. നമ്മൾ സാധാരണ ഒരാടെ ചൂടല്ലേ അങ്ങനെയാണല്ലോ അല്ലേ. പക്ഷെ ഇത് ഞാൻ അങ്ങനെയല്ല കേട്ടോ ചൂടുന്നത്. ഒരു വെറൈറ്റി കടന്നോട്ടല്ലേ. അപ്പോൾ എപ്പോഴും എന്താ വെറൈറ്റി നല്ലതാണല്ലോ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും വെറൈറ്റികൾ കണ്ടാൽ പിന്നെ അത് ഉണ്ടാക്കാന്നിട്ടിൽ ഭയങ്കര ഗതികേടാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു വെറൈറ്റി കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതാണ് നമ്മൾ അരിപ്പൊടിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊക്കെ പാടങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് ഒഴിച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. നമ്മളൊരു ദോശൻ്റെ മാവിൻ്റെയും കാട്ടിൽ ഒരു ഇത്തിരിയും കൂടി കട്ടി കൂട്ടിയിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒന്ന് പാകപ്പെടുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ലൂസാകണ്ട. അപ്പോൾ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഒന്നായിട്ടാണ് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ്ട് ഇനി വലിയ ജീരകവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജീരകം കടിക്കുന്നതുകൊണ്ട് ഇവിടേക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ജീരകം ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതാക്കണം. അരിപ്പൊടീൻ്റെ മാവുണ്ടല്ലോ, നല്ലപോലെ ഒന്ന് കലക്കി വെച്ച മാവുണ്ടല്ലോ, ഈ ഒരു വാട്ടിയിലേക്ക് കേട്ടോ. പച്ചയിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കരുത്. പച്ചല വേഗം പൊട്ടും. അതുകൊണ്ടാണ് ഞാൻ വാട്ടിയെടുത്തത്. നമ്മൾ ഗ്യാസുമ്മ വെച്ച എല്ലാതും വാട്ടിയെടുത്തതാണ്. അപ്പോൾ ഈ ഒരു വാട്ടിയെടുത്ത ഇലയിലേക്ക് ഒരു കയ്യിൽ കേട്ടോ, ഒരു കുഞ്ഞിക്കൈയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലിയ ഇല വേണേന്നൂന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടോ. കുറച്ചും കൂടി വലിയ ഇലയാണെങ്കിൽ ഉഷാറായിട്ട് നിന്ന് അവിടെ ഇവിടെ ഒലിക്കാതൊക്കെ നിന്നു കേട്ടോ. കുറച്ചും കൂടി ഒരു വലിപ്പമല്ലേ ഇലയാണെങ്കിൽ ഞാൻ വെട്ടിയ ഇല കുറച്ച് ചെറുതായി പോയി. പക്ഷേ ഇതിലെടുത്തതല്ലേന്ന് കേട്ടോ. പിന്നെയാണ് ഇത് ഓർമ്മ വന്നത്. അപ്പം അങ്ങനെ ആയി പോയതാണ്.
അപ്പോൾ വീടിനടുത്ത് കടന്ന് ഉരുള് അറിയാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു കാട്ടിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വാട്ടി കൊടുന്ന് അതിൽ ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടെ, നല്ലോണം ഒന്ന് പരത്തി കൊടുക്കും, കുറേ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, ഒരിത്തിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ നടുഭാഗത്തു കൂടെ നമ്മൾ ആ ഒരു തേങ്ങയും അതേമാതിരി തന്നെ നമ്മളെ ശർക്കരയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതും ഒന്ന് നടുഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് തിന്നാനായിട്ട്. മറ്റേ ഒരു അടൻ്റെ പോലെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അടൻ്റെ പോലെയൊന്നുമല്ല. ഇതിനെന്തോ ഒരു ഒഴിവാക്കാനൊന്നും സാധനം ബാക്കി ഉണ്ടായിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ മക്കൾ ഇതാക്കണമൊക്കെ തിന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഒരു പാലടയൊക്കെ ഉണ്ടാക്കൂല ആ മാതിരി ആ മട്ടത്തിലൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണം ഓരോന്ന് ഞാൻ ഉണ്ടാക്കി ചുട്ടൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് റെഡി ആയോ, അതിന് ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ അത് ഒലിച്ച് പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എല്ലാം ഇവിടെ ബാക്കിയുണ്ട്. തേങ്ങയാണെങ്കിൽ കഴിഞ്ഞും ചെയ്തതാണ്. അപ്പോൾ ഒരു 3 തേങ്ങയും കൂടി ഉണ്ട്, അതും കൂടിയാണ് പൊളിച്ച് വെക്കട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ കത്തിയോട് പൊളിക്കാൻ ഭയങ്കര മടിയായി. അതിൽ പിന്നെ അയലോക്കത്തുനിന്ന് പോയിട്ട് അതാണ് പാരയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ഇനി പൊളിക്കുന്നത്. അപ്പോൾ കുറേ ആയില്ലേ നിങ്ങളിനോട് പാര വാങ്ങാൻ പറയുന്നത്. അപ്പോൾ പാര ഏതായാലും ഒന്ന് വാങ്ങണമല്ലോ, 250 ഉറുപ്പ്യല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാര ഏതായാലും ഒന്ന് വാങ്ങണം. പാര വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് തേങ്ങ കിട്ടിയെന്ന് വരൂല കേട്ടോ. അപ്പോൾ നമ്മളെ തെങ്ങിനെ വിശ്വസിച്ചാണ്ട് ഇതാക്കണം പാര വാങ്ങിയാൽ ചിലപ്പം വെറുതെ ആ ഒരു പൈസ അങ്ങോട്ട് പോയി കിട്ടും. എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ കറിക്ക് തന്നെ തേങ്ങ അരച്ച് പാരല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമുക്ക് ഏറെക്കുറെ മീനും ഇറച്ചിയാണ് ഇവിടെ ചോറൊന്നും കൂട്ടാനുണ്ടാകൽ. അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ ഏകദേശം കുറവാണ്. പിന്നെ സാമ്പാർക്ക് നമ്മൾ അരക്കലില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അരച്ച കറി ഇങ്ങനെ വല്ലാതെ ഇല്ലാതില്ല. പിന്നെ രാവിലത്തെ കാര്യങ്ങൾക്കാണല്ലോ വേണ്ടത്. ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്നാൽ രാവിലത്തെ കാര്യത്തിനാണ് നമുക്ക് ഏറെ തേങ്ങയും കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ. അപ്പോൾ ഏതായാലും ഒന്നൊരു പാര വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല സുഖം ഉണ്ടായിരുന്നു ഇതുമ്പോൾ പൊളിക്കാനായിട്ട്, നല്ല സുഖം ഉണ്ടായിരുന്നു. കത്തിയിട്ട് ഇങ്ങനെ മുടന്നി പൊളിക്കുന്നതിനും ഭേദം ഇതുമ്പോൾ 2 കുത്തിയാൽ വേഗം പൊളിഞ്ഞ് കിട്ടുകയെന്നല്ലോ. അപ്പോൾ ഏതായാലും ഒന്ന് ശുപാർശ ചെയ്ത് നോക്കണം മൂപ്പരോട് പാര വാങ്ങി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡലിത്തട്ട് നമ്മൾ അട വേകുമ്പോഴത്തിന് അതൊന്ന് പൊളിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് പോന്നാട്ടോ. ഏതായാലും പാര വാങ്ങിക്കൊണ്ടുവന്ന ഒരു 3 തേങ്ങ ഉള്ളേന്നു, അതൊക്കെ പാടെ അങ്ങോട്ട് പൊളിച്ചെടുത്തിക്കണം. ഇനിയിപ്പോൾ പിന്നെ ഇടക്കിടക്ക് പോയി വാങ്ങിക്കൊണ്ടിരുന്നല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാക്കണി നമ്മളെ അടകളൊക്കെ ഒന്ന് വെന്തിക്കുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് വെന്തിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഉഷാറാണ്, കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടോ. കുഞ്ഞാറ്റയാണ് ഇതിൻ്റെ ആള്. അപ്പോൾ നല്ല എന്ത് ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓള് കുറച്ച് തോനെ തിന്നു കേട്ടോ. അപ്പോൾ ഓള് തിന്നു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഉഷാറായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അട ഉണ്ടാക്കൂല, നമ്മൾ പായസത്തിനൊക്കെ അട ഉണ്ടാക്കൂലേ ആ മട്ടത്തിലായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പേപ്പർ പോലെയായിരുന്നു അതിൻ്റെ അടൻ്റെ ആ ഒരു ഭാഗമൊക്കെ കണ്ടാലായിട്ട്. അങ്ങനെ ഇതാക്കണം. കുഞ്ഞാറ്റ് അവിടെ എവിടേക്കോ തട്ടി പറഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ട് മുട്ടും കൈയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ ചോര ഇങ്ങനെ കിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് തോലരങ്ങി പോയിക്കണം. അപ്പോൾ പിന്നെ ഓയിൽമെൻ്റൊക്കെ തേച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇതാക്കണം. ഓള് തീറ്റ കഴിഞ്ഞിട്ട് 1-2 ഓള് തീറ്റ കഴിഞ്ഞിക്കണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് തിന്നു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ചോരയാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നതൊക്കെ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോറലുണ്ടായാൽ പിന്നെ ഭയങ്കര ഇടങ്ങേറാണ് ഇപ്പോൾ മുപ്പത്തിയാർക്ക്. അപ്പോൾ നല്ല ടേസ്റ്റില്ല അട തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളിട്ടോ. അപ്പോൾ സംഭവം ഏതായാലും ഉഷാറാട്ടോ. മറ്റേ നമ്മൾ ആ ഒരു സാധാരണ അടയൊക്കെ ചൂടൂല, അങ്ങനെ ആ ഒരു ഉരുളാക്കിയാണ്ട് പിന്നെ ഒരു ഇത്തിരി വെള്ളം കൊണ്ട് അങ്ങനെ വലുതാക്കി കൊണ്ടുവരുന്ന ആ ഒരു അടൻ്റെ കാട്ടിലും നല്ല ടേസ്റ്റുള്ളൊരു അട പറയുന്നത് തന്നെയാണ്. നല്ലൊരു നെയ്സ് പത്തിരി പോലെയാണ് നമ്മൾ ഈ ഒരു അട ഉള്ളത്. അപ്പോൾ ഒരു വാഴൻ്റെ ഇലയിലൊക്കെ ചുട്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇത് പിന്നെ ഒഴിവാക്കാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാനിങ്ങനെ അട ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വക്കും മൂല്യം അരിയൊക്കെ ഉണ്ടാവും ഇതാക്കണം ഇങ്ങനെ കിടക്കണം കേട്ടോ. കാരണം അതുമ്പോൾ അങ്ങനെ ശർക്കരയും കാര്യങ്ങളൊന്നും പിടിക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ മക്കളതൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു ഇലയിൽ ചുട്ടത് ഒറ്റൊന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ. കാരണം അത്രയും നൈസ് ചെയ്യുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഉണ്ടാക്കി ഇതാക്കണം. ഒന്ന് തിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ മൂപ്പരിതാ പണിയൊക്കെ കയറിയ നല്ല ഉഷാറായിട്ട് വന്നിക്കണ്. മൂപ്പരൊക്കെ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അത് എൻ്റെ ഇടയിൽ ഇതാ മക്കളൊക്കെ ഒരുവിധം കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിക്കണ്, ചായയൊക്കെ കുടിച്ച് ഇതാക്കണം. ഈ ഒരു മുറി ഇനിയിപ്പോൾ അത് ഉണങ്ങോളം ചെവി തല കേൾക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് തോല ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ വൈകൻ്റെ തലയിൽ ഇതാക്കണ ഒരു പൂമ്പാറ്റ പാറിയോണ്ട് നിൽക്കുന്നുണ്ട്. കുറേ നേരം നല്ല രസം ഉണ്ടായില്ലേ, പണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പോൾ ഇതാ കളിക്കാനോ ഈ ഒരു വടയൊക്കെ തിന്നിട്ട് ഇതാ കളിക്കാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കയ്യുമ്പോൾ മുറി ഉണ്ടായിട്ടാണ് അങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കണത്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാനുള്ള പരിപാടിയാണ്. ഒരു മട്ടലിൻ്റെ ആ ഒരു സ്റ്റെമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്റ്റെമ്പല്ല ഇനി പറയുക, ബാറ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പന്തറിയൽ പൊട്ടത്തിയെ
അപ്പോൾ മൂപ്പർക്ക് ഇതാ ചായ കൊടുത്താലും വല്ലാതെ അങ്ങോട്ട് പൊക്കി പറയൊന്നുമില്ല. രസം ഉണ്ടെങ്കിലും തിന്നിട്ട് അങ്ങോട്ട് പോകുക എന്നല്ലാതെ വല്ലാതെ പൊക്കി പറയൊന്നുമില്ല. വല്ലാതെ നല്ല പൊക്കി പറയേ ഇല്ല കേട്ടോ. രസം ഉണ്ടെങ്കിൽ രസമുണ്ട് എന്നും പറയില്ല, രസമില്ലെങ്കിൽ രസമില്ല എന്നും പറയില്ല, അങ്ങനെ തിന്നും. അപ്പോൾ നമ്മൾ ആ മുഖഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും നോക്കിയെടുക്കണുണ്ട്. രസം ഉണ്ട് എന്നുള്ളതും രസമില്ല എന്നുള്ളതും ആ ഒരു മുഖഭാവത്തും ഒരേ മാതിരിക്കേ കാരണം തിന്നാൻ അങ്ങനെ തിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കുറച്ച് തോനെ തിന്നാൽ രസമുണ്ട് എന്നർത്ഥം, ഒന്നോ രണ്ടോ തിന്നാൽ രസമില്ല എന്നർത്ഥം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കൽ. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൂടി ഇതിനെ പറ്റിയെന്നൊക്കെയാണ് പറയണത്. പക്ഷേ മൂപ്പരതാ തൊള്ളേത് എന്തെങ്കിലും ചാടി വരുമ്പോഴത്തേന് എനിക്കിതാ മമ്പാട് പോയി പോരാട്ടോ. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ മൂപ്പരിതാ രണ്ടെണ്ണമൊക്കെ തിന്നൊക്കെ ചെയ്തിക്കണ്. വലിയ രസമുണ്ടോ ചോദിച്ചാൽ രസമില്ല, വലിയ തിരക്കേടൊന്നും ഇല്ല എന്നുള്ളൊരു മട്ടിലാണ് തിന്നണത്. അപ്പോൾ എനിക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കും എൻ്റെ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി എടുത്തു തോന്നും, നല്ല ശർക്കരയും തേങ്ങയൊക്കെ എല്ലാ ഭാഗം തന്നെയാണ് എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നോക്കിയെടുക്കാനൊന്നുമില്ല. നെയ്സ് പത്തിരിയുടെ വരുത്തണം നല്ല രസമുണ്ട് തിന്നാനായിട്ട്. ഒരു ഭാഗം കളയാനില്ല, ഇലയില്ലാത്ത ഒരു ഭാഗം ഇതിൽ കളയാനില്ലേനു കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ. ഏതായാലും വേറെ അവധിയൊക്കെ അല്ലേ, കുട്ടികളിതാ ബോറടിച്ച് അങ്ങനെ കുത്തിരിക്കുകയാണല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും ചായക്കടിയോ അറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, കുറച്ച് പാത്രം ഉണ്ടല്ലോ കഴുകാനായിട്ട്. അപ്പോൾ ഒക്കെപ്പാടെ ഉണ്ടാക്കി വെച്ചാലും പോരാ, ഒക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴാണല്ലോ അല്ലേ. അങ്ങനെ ആ ഒരു പണിയും കൂടി കഴിഞ്ഞ് ഇതാക്കണ്. ഞാനൊന്ന് അടിച്ചു വാരിയിട്ടെ കേട്ടോ. ഇനി വിളക്കെത്തിക്കാൻ നേരം ആകുമ്പോഴത്തേനും ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. ഒന്നാമത് ഇതാക്കണ് പൊടിയൊക്കെ പാറിയിട്ട് ആകപ്പാടെ ഇങ്ങോട്ട് കിടക്കുകയാണ്. എപ്പോഴും അടിച്ചു വാരി തുടച്ചിട്ടാലും പൊടി തന്നെയാണല്ലേ, ഫുള്ള് പൊടിയാണ്. നോക്കണോടത്തൊന്ന് കാണുന്നിടത്തൊക്കെ ഫുള്ള് പൊടിയാണ് കേട്ടോ. അടിച്ചു വാരി തുടച്ച് ഇതന്നെ ഒരു പണി. ലാസ്റ്റ് ഒക്കെപ്പാടെ ദേഷ്യം പിടിച്ച് അവിടെ ഇടലാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ആ ഒരു അടിച്ചു വാരൽ കഴിഞ്ഞാൽ ഒരു സുഖമാണ്. അല്ലേ ഈ കാലം ഇങ്ങനെ വല്ലാതെ മണ്ണ് ചവിട്ടണ ചേലയിക്കാരം. അപ്പോൾ ഞങ്ങളെ ചായ കുടിയും നല്ല ഉഷാറം ഒരു ഒഴിച്ചാട ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങളെ പണി എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളെ മക്കൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ബൈ ബൈ.